നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി EN സുരേഷ് ബാബുവിന് രണ്ടാം ഊഴം. ചിറ്റൂർ സമ്മേളനം തെരഞ്ഞെടുത്ത 44 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 8 പേർ പുതുമുഖങ്ങൾ. സെക്രട്ടറിയായി രണ്ടാം തവണയും സുരേഷ് ബാബുവിനെ തെരഞ്ഞെടുത്തത് ഐക്യകണ്ഠമായി. ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണം പൊളിഞ്ഞ പോലെ ജലചൂഷണമെന്ന വാദവും സ്വയം പൊളിയുമെന്ന് മന്ത്രി MP രാജേഷ്. ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് പൊതുവിഷയങ്ങൾ. ടൂറിസം കേന്ദ്രങ്ങളിലാണ് പുതിയ ബിയർ പാർലറുകൾക്ക് അനുമതി നൽകിയതെന്നും മന്ത്രി. എരപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ പ്രതിരോധ സമരം 25-ന് തുടങ്ങുമെന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് നേതൃയോഗത്തിൽ പ്രഖ്യാപനം. മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ നൽകിയ പ്രവർത്തനാനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് വെൽഫെയർ പാർട്ടി മാർച്ച്. ഇടതു സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. സർക്കാരിനെതിരെ പ്രതിഷേധവുമായി മദ്യനിരോധന സമിതിയുടെ കളക്ടറേറ്റ് ധർണ. ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്താൻ ഉത്സാഹിക്കാത്ത പിണറായി സർക്കാരിന് മദ്യം വിളമ്പാൻ അത്യുത്സാഹമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ. കുടുംബക്ഷേത്രാചാര ചടങ്ങിനിടെ കാഞ്ഞിരക്കായ കഴിച്ചെന്ന സംശയം. പരുതൂരിൽ കുടുംബക്ഷേത്രത്തിലെ ആട്ടുചടങ്ങിനിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. മരണകാരണം വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കണമെന്ന് തൃത്താല പോലീസ്. മരിച്ചത് തൃത്താല ആലൂർ സ്വദേശി ഷൈജു. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് വടക്കാഞ്ചേരിയിൽ പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തം തടവും 12 വർഷം അധിക തടവും 1,95,000 രൂപ പിഴയും ശിക്ഷ. കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത് പാലക്കാട് മുണ്ടൂർ ഗാന്ധിനഗർ സ്വദേശി 48 വയസ്സുള്ള വിജയിയെ. ചാലിശ്ശേരിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 30 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ. നിരോധിത പുകയില ശേഖരം കണ്ടെത്തിയത് പ്രദേശത്തെ വാടക കെട്ടിടത്തിൽ. പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കിയെന്ന് പോലീസ്. മങ്കര വാതക ശ്മശാനം പ്രവർത്തന സജ്ജം. ട്രയൽ റൺ വിജയകരമെന്ന് പഞ്ചായത്ത് അധികൃതർ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിക്കും. വാർത്തകൾ വിശദമായി. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി EN സുരേഷ് ബാബുവിന് രണ്ടാം ഊഴം. ഐക്യകണ്ഠമായാണ് ചിറ്റൂരിൽ നടന്ന ജില്ലാ സമ്മേളനം സുരേഷ് ബാബുവിനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. സുരേഷ് ബാബു സെക്രട്ടറിയായ 44 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 8 പേർ പുതുമുഖങ്ങളാണ്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി EN സുരേഷ് ബാബുവിനെ ജില്ലാ സമ്മേളനം ഐക്യകണ്ഠമായാണ് തെരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടറിയായി ഇത് രണ്ടാം ഊഴമാണ്. ചിറ്റൂർ പെരുമാട്ടി കോരിയാർത്തള്ള ഇടയൻകുളമ്പ് വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവ് ER നാരായണന്റെ മകനാണ് സുരേഷ് ബാബു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നുവന്നത്. 54-കാരനായ സുരേഷ് ബാബു SFI ചിറ്റൂർ ഏരിയ പ്രസിഡന്റ്, DYFI ബ്ലോക്ക് സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് CPM പെരുമാട്ടി ലോക്കൽ സെക്രട്ടറിയായും ചിറ്റൂർ ഏരിയ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിലവിൽ CITU ജില്ലാ വൈസ് പ്രസിഡന്റ്, മലബാർ സിമന്റ്സ് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലെ ബിരുദത്തിന് ശേഷം പൂനെ സിംബോസിസ് കോളേജ് ഓഫ് ലോയിൽ നിയമപഠനവും പൂർത്തിയാക്കി. വ്യവസായ വകുപ്പിലെ ജോലി ഉപേക്ഷിച്ചാണ് CPMൽ മുഴുവൻ സമയ പ്രവർത്തനം ഏറ്റെടുത്തത്. ജില്ലാ സമ്മേളനം സമാപിച്ചിട്ടുള്ളത് ജില്ലയിലെ വ്യാവസായിക രംഗത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഈ കാലയളവിൽ വ്യവസായ സൗഹൃദ നാടായി മാറി. അതിൻ്റെ പ്രയോജനം പാലക്കാട് ജില്ലയിൽ വലിയ തോതിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് വന്നു ചേർന്നിട്ടുണ്ട്. ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴിക വലിയ വ്യവസായ വികസന സാധ്യതയാണ് പാലക്കാട് ജില്ലയ്ക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. അതെല്ലാം നല്ലതുപോലെ ജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും നാടിൻ്റെ പൊതുവായ വികസന മുന്നേറ്റത്തിനും വേണ്ടി സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സുരേഷ് ബാബു ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. സുരേഷ് ബാബു സെക്രട്ടറിയായ 44 അംഗ ജില്ലാ കമ്മിറ്റിയെയാണ് ചിറ്റൂർ സമ്മേളനം തെരഞ്ഞെടുത്തത്. ഇതിൽ 8 പേർ പുതുമുഖങ്ങളാണ്. T ഗോപാലകൃഷ്ണൻ, T കണ്ണൻ, C ഭവദാസ്, R ജയദേവൻ, KB സുഭാഷ്, N സരിത, TK അച്യുതൻ, CP പ്രമോദ് എന്നിവരാണ് പുതുമുഖങ്ങൾ. KS അലീഖ, P മമ്മിക്കുട്ടി, A പ്രഭാകരൻ, V ചെന്താമരാക്ഷൻ, VK ചന്ദ്രൻ,
എസ് അജയകുമാർ, ടി എം ശശി, പി എൻ മോഹനൻ, ടി കെ നാരായണദാസ്, സുബൈദ ഇസഹാഖ്, എം ഹംസ, എസ് കൃഷ്ണദാസ്, എം ആർ മുരളി, കെ നന്ദകുമാർ, കെ പ്രേംകുമാർ, യു ടി രാമകൃഷ്ണൻ, കെ സി റിയാസുദ്ദീൻ, പി എം ആർഷോ, സി പി ബാബു, പി എ ഗോകുൽദാസ്, സി ആർ സജീവ്, കെ കൃഷ്ണൻകുട്ടി, ടി കെ നൌഷാദ്, എസ് സുഭാഷ് ചന്ദ്രബോസ്, നിതിൻ കണിച്ചേരി, കെ ബിനുമോൾ, ആർ ശിവപ്രകാശ്, കെ പ്രേമൻ, കെ ബാബു, കെ ശാന്തകുമാരി, കെ ഡി പ്രസേനൻ, വി പൊന്നുകുട്ടൻ, കെ എൻ സുകുമാരൻ, സി കെ ചാമുണ്ണി, പി പി സുമോദ് എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സർക്കാർ കഞ്ചിക്കോട് ബ്രൂവറിക്ക് പ്രാരംഭാനുമതി നൽകിയ സംഭവത്തിൽ പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണം പൊളിഞ്ഞ പോലെ ജലചൂഷണമെന്ന വാദവും സ്വയം പൊളിയുമെന്ന് മന്ത്രി എം പി രാജേഷ്. പൊതുവിഷയങ്ങളാണ് ബിനോയ് വിശ്വവുമായി ചർച്ച ചെയ്തത്. ടൂറിസം ഡെസ്റ്റിനേഷനുകളെ നോട്ടിഫൈ ചെയ്തുകൊണ്ടാണ് ബിയർ പാർലറുകൾക്ക് അനുമതി നൽകിയതെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണത്തിന് 48 മണിക്കൂർ പോലും ആയുസ്സുണ്ടായില്ലെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. വലിയ അഴിമതി ആരോപണം ഉന്നയിച്ച് നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള ധൈര്യമില്ലാത്ത ഭീരുക്കളായി പ്രതിപക്ഷം മാറി. എണ്ണി മറുപടി കൊടുക്കും. മാധ്യമങ്ങൾ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വെള്ളത്തിന്റെ കാര്യത്തിലും ഇതാണ് നടക്കാൻ പോകുന്നത്. പ്രചരിപ്പിച്ച എല്ലാ കാര്യവും തെറ്റാണെന്ന് വ്യക്തമാകും. രമേശ് ചെന്നിത്തലയെയും വി ഡി സതീശനെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണമെന്ന് മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞത് അത്ര ആത്മവിശ്വാസമുണ്ടായതുകൊണ്ടാണെന്നും എം പി രാജേഷ് പറഞ്ഞു. അവശേഷിക്കുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തും. അല്ല, ഞാൻ വിചാരിച്ച ഇന്നലെ രമേശ് ചെന്നിത്തല അസംബന്ധിച്ച ആരോപണത്തെ കുറിച്ചായിരിക്കുന്നതാണ്. അത് എന്തായി ആരോപണത്തിന്റെ കഥ? അല്ല, അത് വരട്ടെ. ഇന്നലെ എഴുതി കൊടുത്ത് എന്തോ ഉന്നയിച്ചതായിട്ട് കേട്ടു. എന്തായിരുന്നു? അതല്ലേ തുടക്കമൊക്കെ അഴിമതിയല്ലേ ആരോപിച്ചത്? അഴിമതിയുടെ കാര്യം എന്തായി എന്നുള്ളത് അറിയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു, അങ്ങനെ അഴിമതിയുടെ കാര്യം പറയാതെ ഇനി വിടുന്ന പ്രശ്നമില്ല. പറയട്ടെ, അത് അവരാണ് ഇനി പറയേണ്ടത്. ഞാൻ ഗവൺമെന്റിന് വേണ്ടി പറയാനുള്ള കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്നലെ രണ്ടുപേരും കൂടി സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ആ വാർത്താ മറുപടിയാണ്. അതെ, എന്താ ഉണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ? എന്താ ആരോപണം? ഇപ്പൊ എന്താണ് അവശേഷിക്കുന്ന ആരോപണം? അവശേഷിക്കുന്ന ആരോപണം എന്താണെന്ന് വ്യക്തമായിട്ട് വരട്ടെ. അതിനുള്ള മറുപടി ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ സ്ഥിതി എന്നിപ്പോൾ മനസ്സിലായില്ലേ? പൊതുവിഷയങ്ങൾ സംബന്ധിച്ചായിരുന്നു ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ടൂറിസം ഡെസ്റ്റിനേഷനുകളെ നോട്ടിഫൈ ചെയ്തുകൊണ്ടാണ് ബിയർ പാർലറുകൾക്ക് അനുമതി നൽകിയതെന്നും എം പി രാജേഷ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി പരുതൂരിൽ കുടുംബക്ഷേത്രാചാര ചടങ്ങിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. തൃത്താല ആലൂർ കോന്തത്ത് വീട്ടിൽ 37 വയസ്സുള്ള ഷൈജുവാണ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മരിച്ചത്. കാഞ്ഞിരക്കായ കഴിച്ച് മരണം സംഭവിച്ചതാകാമെന്നാണ് സംശയം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് തൃത്താല പോലീസ് അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ പരുതൂർ പഞ്ചായത്തിലെ ചോലക്കുളത്തിന് സമീപത്തെ ഷൈജുവിന്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ കുടുംബക്കാർ ഒത്തുകൂടിയുള്ള ആട്ട് നടത്തിവരികയായിരുന്നു. ഈ ചടങ്ങിൽ ഷൈജു കോമരമായി പങ്കെടുത്തിരുന്നു. പുലർച്ചെ ആട്ടിന്റെ ഭാഗമായി കാഞ്ഞിരക്കായ കഴിക്കുന്ന ചടങ്ങും നടന്നതായി പറയുന്നു. കോമരം തുള്ളുന്നതിന്റെ ഭാഗമായി വാള് ഉപയോഗിച്ച് വെട്ടിയ പാടുകളും ഷൈജുവിന്റെ നെറ്റിയിലുണ്ടായിരുന്നതായാണ് തൃത്താല പോലീസ് പറയുന്നത്. ചടങ്ങിന് ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഷൈജുവിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 500-ലേറെ കുടുംബങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ആട്ട് നടത്തിവരാറുള്ളത്. മരിച്ചവരുടെ പ്രേതം കയറുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രവർത്തനങ്ങളുമാണ് ആട്ടിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ. തൃത്താല പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പട്ടാമ്പി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് തൃത്താല പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ വടക്കാഞ്ചേരിയിൽ പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തം തടവും 12 വർഷം അധിക തടവും 1,95,000 രൂപ പിഴയും ശിക്ഷ. പാലക്കാട് മുണ്ടൂർ ഗാന്ധിനഗർ കൊഴിഞ്ഞാമ്പാറയിൽ 48 വയസ്സുള്ള വിജയിയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. 2018 കാലത്ത് വടക്കാഞ്ചേരിയിൽ പഠനം നടത്തിയിരുന്ന അതിജീവിതയെ ഫേസ്ബുക്കിലൂടെ ഫോറസ്റ്റ് ഓഫീസറാണെന്ന് പരിചയപ്പെടുത്തി സുഹൃത്ബന്ധം സ്ഥാപിച്ച് വശീകരിച്ച ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള ലോഡ്ജിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ച സംഭവത്തിലാണ് 48 വയസ്സുള്ള മുണ്ടൂർ സ്വദേശി വിജയെ കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ് ലിഷ ശിക്ഷിച്ചത്. 3 ജീവപര്യന്തം തടവും കൂടാതെ 12 വർഷം തടവും 1,90,000
95,000 രൂപ പിഴയുമാണ് ശിക്ഷ. അതിജീവതയെ വടക്കാഞ്ചേരിയിൽ വെച്ച് മിഠായിയിൽ എന്തോ ചേർത്ത് നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷമാണ് ആദ്യം ബലാത്സംഗം ചെയ്തത്. പിന്നീട് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു തുടർ പീഡനം. അതിജീവതയുടെ വിവാഹം വീട്ടുകാർ മറ്റൊരാളുമായി ഉറപ്പിച്ചത് അറിഞ്ഞതിനെ തുടർന്ന് പ്രതി അതിജീവതയോടൊത്തുള്ള ഫോട്ടോ ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധപ്പെടുത്തിയതിനെ തുടർന്നാണ് വീട്ടുകാർ അറിയാനിടവന്ന് പോലീസിൽ പരാതി നൽകിയത്. പ്രതി വിവാഹിതനും മക്കളുമുണ്ടെന്ന സംഗതി മറച്ചുവെച്ചാണ് അതിജീവതയുമായി സൗഹൃദത്തിലായത്. കേസിൽ 28 സാക്ഷികളെയും 53 രേഖകളും DNA റിപ്പോർട്ടും ഹാജരാക്കി. ഡിവൈഎസ്പി TS സിനോജാണ് കുറ്റപത്രം നൽകിയത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയ് ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാലിശ്ശേരിയിൽ പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന 75,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമാണ് അധികൃതർ പിടികൂടിയത്. തൃത്താല എക്സൈസും ചാലിശ്ശേരി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 75,000 നിരോധിത പുകയില പാക്കറ്റുകൾ പിടികൂടിയത്. ചാലിശ്ശേരി കുന്നത്തേരി കാരോത്ത് ഷാപ്പിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിൽ ചെറുതും വലുതുമായി 100 ചാക്കുകളിലായി രഹസ്യമായി സൂക്ഷിച്ച നിലയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ഹാൻഡ്സ് പാക്കേജുകളാണ് പിടികൂടിയിട്ടുള്ളത്. ചാലിശ്ശേരി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃത്താല എക്സൈസ് അധികൃതരുമായി ചേർന്ന് ഇവിടെ പരിശോധന നടത്തിയത്. 30 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഹാൻഡ്സ് ശേഖരമാണ് പിടികൂടിയിട്ടുള്ളത്. സംഭവത്തിൽ ഉൾപ്പെട്ടവരെപ്പറ്റി പോലീസിന് സൂചന ലഭിച്ചതായി അറിയുന്നു. പ്രതികളെ പിടികൂടുന്നതിനായി ചാലിശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം സുന്ദരയ്യർ റോഡിൽ വയോധികയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിയാതെയായിരുന്നു പിടിച്ചുപറി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ ബൈക്കിലെത്തിയ 2 പേരാണ് മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടത്. കണ്ണിയമ്പുറം സ്വദേശിനിയായ വയോധികയ്ക്ക് നേരെയായിരുന്നു അതിക്രമം. ഇവർക്ക് സമീപം ബൈക്ക് നിർത്തിയ ശേഷം പിന്നിലിരുന്നയാളാണ് മാല പൊട്ടിച്ച് ഇതേ ബൈക്കിൽ രക്ഷപ്പെട്ടത്. വീട്ടമ്മ നിലവിളിച്ച് പിന്നാലെ ഓടിയെങ്കിലും ഫലമുണ്ടായില്ല. കഴുത്തിലുള്ളത് മുക്കുമണ്ടമാണെന്ന് വയോധിക വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ച് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ പ്രതിരോധ സമര പരിപാടികൾക്ക് 25-ന് തുടക്കം കുറിക്കുമെന്നും എ തങ്കപ്പൻ വ്യക്തമാക്കി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ വ്യക്തമാക്കി. ജനുവരി 25-ന് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ എലപ്പുള്ളിയിൽ ജനങ്ങളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭം തുടങ്ങും. അത് പരിഹരിക്കാനും പറയാനുള്ള അവസരമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അതാണ് മുന്നൊരുക്കം എന്ന് പറയുന്ന അർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഓരോ മണ്ഡലത്തിലും ഓരോ ചാർജ് കൊടുത്തിട്ടുണ്ട്. ആ ചാർജ് കൊടുത്തവരൊന്നും മണ്ഡലം പ്രസിഡന്റുമാർ പറയണം. മണ്ഡലം പ്രസിഡന്റ് ചാർജുള്ളവർ വന്നില്ലെങ്കിൽ പറയും വേറെ ആളെ മാറ്റിത്തരാം. അല്ലാതെ ചാർജ് എടുത്ത് അവിടെ ഒന്നും ചെയ്യാതെ അവിടെ ആ മണ്ഡലം പ്രസിഡന്റ് ചെയ്യുന്നതിന് പോലും മുടക്കിയിട്ടിരുന്ന കാര്യമില്ല. അപ്പൊ ആ ചാർജുള്ളവരുടെ കടമയാണ്. ഇത് ഓരോ വാർഡ് കമ്മിറ്റി എടുത്ത് 20-ാം തീയതി തരാൻ പറഞ്ഞ് 20-ാം തീയതി കഴിഞ്ഞു. ഈ മാസത്തിലേക്ക് തരണം. എന്നിട്ട് വാർഡ് പ്രസിഡന്റുമാരെ വെച്ച് നമുക്ക്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി PV രാജേഷ്, DCC ജനറൽ സെക്രട്ടറി V രാമചന്ദ്രൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, അനിൽ ബാലൻ, SM താഹ, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, KR ശരരാജ്, പ്രസാദ് കൊപ്പം, A സത്താർ, റഷീദ് കള്ളിക്കാട്, S ശെൽവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഞ്ചിക്കോട് എലപ്പുള്ളി മദ്യനിർമ്മാണ യൂണിറ്റിനുള്ള അനുമതി സംസ്ഥാന സർക്കാർ റദ്ദാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യമുന്നയിച്ച വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് നടത്തി. വരൾച്ചാ പ്രതിസന്ധി നേരിടുന്ന എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. കളക്ടറേറ്റ് മാർച്ചിന് ഹബീബ് മൂസ, ചന്ദ്രൻ പുതുക്കോട്, റിയാസ് ഖാലിദ്, ഷക്കീർ പുലാപ്പറ്റ, ബാബു തരൂർ, സഫിയ ഇക്ബാൽ, സൗരിദ് സുലൈമാൻ, ലുക്മാനുൽ ഹക്കീം, ഫൈസൽ അമ്പലപ്പാറ, AP സീനത്ത്, റസീന ആലത്തൂർ എന്നിവർ നേതൃത്വം നൽകി.
കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്ന് അതിരൂക്ഷമായ ജലദൗർലഭ്യം അനുഭവിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മദ്യനിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയ അനുമതി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ചൂണ്ടിക്കാട്ടി. ലോകശ്രദ്ധയാകർഷിച്ച പ്ലാച്ചിമട കോളവിരുദ്ധ സമരം നടന്ന പ്രദേശത്തിന്റെ പരിസരത്തു തന്നെ വൻതോതിൽ ജലം ആവശ്യമായി വരുന്ന മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അംഗീകരിക്കാനാകില്ല. ചിറ്റൂരിലെ മലബാർ ഡിസ്റ്റിലറിക്ക് ആവശ്യമായ ജലം കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന സർക്കാർ നൽകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അതിനേക്കാൾ കൂടുതൽ ജലം ആവശ്യമായി വരുന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നതെന്നും റസാഖ് പാലേരി ചൂണ്ടിക്കാട്ടി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KC നാസർ അധ്യക്ഷത വഹിച്ചു. വിമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് ഷക്കീല കരിങ്ങനാട്, FITU ജില്ലാ പ്രസിഡന്റ് അസീസ് ആലത്തൂർ, ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ, പാലക്കാട് നഗരസഭാ കൗൺസിലർ M സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഷെരീഫ് പള്ളത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനങ്ങൾക്ക് ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കാൻ ഉത്സാഹിക്കാത്ത പിണറായി സർക്കാരിന് മദ്യം വിളമ്പാൻ അത്യുത്സാഹമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ മദ്യനിരോധന സമിതി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അംഗീകരിക്കുക എന്ന് തങ്ങളുടെ മദ്യനയത്തിന്റെ ആദ്യവാചകത്തിൽ എഴുതിവെക്കുകയും നിലവിലുള്ളതിൽ കൂടുതലായി ഒരു തുള്ളി മദ്യം പോലും ഞങ്ങൾ വിൽക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ ആവർത്തിച്ച് പ്രസംഗിക്കുകയും ചെയ്ത LDF നേതാക്കളാണ് ഇപ്പോൾ വമ്പൻ മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഡൽഹി മദ്യനയക്കേസിൽ അറസ്റ്റിലായവരുടെ കമ്പനിയെ പാലക്കാട്ടേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നിരിക്കുന്നതെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളായിരിക്കുമെന്ന് പ്രചരണം നടത്തിയവർ നാടിനെ നശിപ്പിക്കുകയാണ്. കേരളത്തെ ലഹരിമുക്തമാക്കുമെന്ന് വാഗ്ദാനം നൽകിയ LDF ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ലഹരി പ്രോത്സാഹകരായി മാറിയിരിക്കുകയാണ്. രാജ്യത്ത് വിദേശമദ്യ ഉപഭോഗം ഏറ്റവും ഉയർന്ന സംസ്ഥാനം കേരളമാണ്. നാടെങ്ങും മദ്യശാലകൾ അനുവദിച്ച് പ്രലോഭിപ്പിക്കുന്ന സാഹചര്യമൊരുക്കി ജനങ്ങളെ സർക്കാർ മദ്യം കുടിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നിങ്ങൾക്കറിയാം, 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ LDF ഒന്നുപോലെ ഉറപ്പു പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്ത് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കും എന്നതാണ്. 2016-ലെ LDF-ന്റെ പ്രകടന പത്രികയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട ഭാഗം തുടങ്ങുന്നത് തന്നെ മദ്യമെന്നത് ഒരു മഹാവിപത്താണ്, മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുന്ന നയമായിരിക്കും LDF കേരളത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, 2016-ലെ തെരഞ്ഞെടുപ്പ് വേദികളിൽ LDF-ന്റെ നേതാക്കന്മാരൊക്കെ ആവർത്തിച്ച് പ്രസംഗിച്ചതും ഇതുതന്നെയാണ്. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ച ആ ഭാഗം ചാനലുകളൊക്കെ ഇപ്പോൾ ആവർത്തിച്ച് പ്രദർശിപ്പിക്കുന്നുണ്ട്. നിലവിലുള്ളതിനേക്കാൾ ഒരു തുള്ളി മദ്യം പോലും ഞങ്ങൾ കൂടുതൽ വിൽക്കില്ല എന്നാണ് അന്ന് പാർട്ടി സെക്രട്ടറി പ്രസംഗിച്ചത്. മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് AK സുൽത്താൻ അധ്യക്ഷത വഹിച്ചു. ശ്രീനാഥ് കടമ്പഴിപ്പുറം, ആന്റണി പന്തലൂക്കാരൻ, N വേലായുധൻ, KA സുലൈമാൻ, M അഖിലേഷ് കുമാർ, രാമകൃഷ്ണൻ തച്ചമ്പാറ, മാണി പറമ്പേത്ത്, K അബൂബക്കർ, വേലായുധൻ കൊട്ടേക്കാട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര വാതക ശ്മശാനത്തിന്റെ ട്രയൽ റൺ നടത്തി. ട്രയൽ റൺ വിജയകരമാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇതോടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ മങ്കരയിലെ വാതക ശ്മശാനം പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്.
അന്തരിച്ച മുൻ MLA KV വിജയദാസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി സ്ഥാപിച്ചത്. 2016 ആരംഭിച്ച പദ്ധതി 2020 പൂർത്തിയാക്കി അന്നത്തെ ഭരണസമിതി ഉദ്ഘാടനം നടത്തിയിരുന്നു. എന്നാൽ ഒട്ടേറെ സാങ്കേതിക കാരണങ്ങൾ മൂലം പദ്ധതി പ്രവർത്തിപ്പിക്കാനായില്ല. തുടർന്നു വന്ന ഭരണസമിതി തുടർ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതോടെയാണ് വാതക ശ്മശാനം പ്രവർത്തനക്ഷമമാക്കാൻ നടപടിയായത്. പദ്ധതി പ്രവർത്തിക്കാൻ വേണ്ട ലൈസൻസിന് കാലതാമസം നേരിട്ടു. പൊല്യൂഷൻ കൺട്രോളിൻ്റെ അനുമതി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. ഇത് ലഭിക്കുന്ന മുറയ്ക്ക് വാതക ശ്മശാനം പ്രവർത്തിച്ചു തുടങ്ങുമെന്നും പദ്ധതിക്ക് വേണ്ടി ആവശ്യമായ 12 കുറ്റി ഗ്യാസ് സിലിണ്ടറിനുള്ള ഫണ്ടും പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും മാർച്ച് മാസത്തിനു മുമ്പ് ശ്മശാനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നും സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. മൺമറഞ്ഞു പോയ KV വിജയദാസ് MLA ആയിരിക്കുമ്പോഴാണ് മങ്കര ഗ്രാമപഞ്ചായത്തിന് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ 45 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്യാസ് ക്രിമിറ്റോറിയത്തിന് അനുമതി നൽകിയത്. നാളിതുവരെയായിട്ടും അത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുന്നതിന് കഴിയാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു. എന്നാൽ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്തപ്പോൾ അതിന് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയതിന്റെ ഭാഗമായി അതിന്റെ ഫർണസ്, മറ്റ് 3 ഫേസ് കണക്ഷൻ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഇന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഗോകുൽദാസിനൊപ്പം വൈസ് പ്രസിഡന്റ് മല്ലിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ EP സുരേഷ്, രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ രമേശ്, വിനോദ് കുമാർ, ചന്ദ്രിക, സെക്രട്ടറി ബാബു എന്നിവരും ട്രയൽ റൺ കാണാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേരിൽ താൽക്കാലികമായി ലീവ് സറണ്ടർ മാറ്റിവെച്ചപ്പോൾ 32 ദിവസം സമരം ചെയ്ത CPM അനുകൂല യൂണിയനുകൾ 5 വർഷമായി ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടും മിണ്ടാതിരിക്കുന്നത് ജീവനക്കാരോടുള്ള വഞ്ചനയെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. പാലക്കാട് KGOU ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A തങ്കപ്പൻ. CPM അനുകൂല യൂണിയനുകളിൽ ജീവനക്കാർ ചേരുന്നത് ഭീഷണിയും സ്ഥലം മാറ്റവും ഭയന്നാണെന്ന് A തങ്കപ്പൻ ആരോപിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടിൽ UDF മുന്നിൽ വന്നത് ജീവനക്കാർക്ക് സർക്കാരിനോടുള്ള വെറുപ്പിന്റെ സൂചനയാണ്. ജീവനക്കാരുടെ അവകാശങ്ങൾ എക്കാലത്തും സംരക്ഷിച്ചിട്ടുള്ളത് UDF സർക്കാരാണെന്നും A തങ്കപ്പൻ ചൂണ്ടിക്കാട്ടി. KGOU ജില്ലാ പ്രസിഡന്റ് CK ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ C ചന്ദ്രൻ, KA തുളസി, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, EM ബാബു, TA പത്മകുമാർ, B ഗോപകുമാർ, KA സാദിഖലി, S നൌഷാദ്, R ശിവകുമാർ, K പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി അയ്യംകുളം നവീകരിക്കും. പ്രവൃത്തികൾക്കായി 35 ലക്ഷം രൂപ മൈനർ ഇറിഗേഷൻ വകുപ്പ് അനുവദിച്ചു. കോട്ടായി പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമായ കുളങ്ങളിലൊന്നായ അയ്യംകുളത്തിന് ശാപമോക്ഷം ലഭിക്കുന്നു. പതിറ്റാണ്ടുകളായി ചണ്ടിയും നിറഞ്ഞും കാടും മൂടിയും ഉപയോഗശൂന്യമായിരിക്കുകയാണ് കുളം. മൈനർ ഇറിഗേഷന്റെ നേതൃത്വത്തിൽ കുളം നവീകരണത്തിന്റെ ഭാഗമായി ചേറും ചളിയും നീക്കി വശങ്ങളിൽ തകർന്ന ഭിത്തികളും കടവുകളും നവീകരിക്കാനാണ് പദ്ധതി. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷിന്റെ സാന്നിധ്യത്തിൽ മൈനർ ഇറിഗേഷൻ വകുപ്പ് സ്ഥിതിഗതികൾ വിലയിരുത്തി. മലമ്പുഴ കനാൽ വെള്ളം നിർത്തുന്ന കാലയളവിൽ കുളത്തിന്റെ പ്രവൃത്തികൾ തുടങ്ങാനാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകളെത്തിയത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. കൊട്ടമുടി പ്രദേശത്താണ് കാട്ടാനകളുടെ സാന്നിധ്യം. ജീവനും കൃഷിക്കും ഭീഷണിയായ PT5 എന്ന ആനയും കുട്ടിയാനയും ജനവാസ കേന്ദ്രത്തിനരികിലെ മലമുകളിലൂടെ നടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഞ്ചിക്കോട് കൊട്ടാമുടിയിലെ മലമുകളിലൂടെ കാട്ടാനകൾ നടന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ നാട്ടുകാരാണ് മൊബൈൽ ഫോണിൽ പകർത്തിയത്. മലമ്പുഴ കഞ്ചിക്കോട് മേഖലയിൽ PT5ന്റെ സാന്നിധ്യം സ്ഥിരമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചുള്ളിമട, മായമ്പള്ളം മേഖലകളിൽ എത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഏക്കർ കണക്കിന് വാഴകൃഷിയും നെൽകൃഷിയുമാണ് ചവിട്ടി നശിപ്പിച്ചത്. ചുള്ളിമട ഗവൺമെൻറ് LP സ്കൂൾ മതിലും ആന തകർത്തിരുന്നു. മായമ്പള്ളം രാധാരമണന്റെ 100ലേറെ വാഴകൾ ആന നശിപ്പിച്ചു. കമ്പിവേലിയും കോൺക്രീറ്റ് പോസ്റ്റുകളും തകർത്താണ് ആനകൾ കൃഷിയിടത്തിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കര നാട്യൻചിറ വെള്ളിലം പാറയിൽ വൻ തീപിടുത്തം. ഏറെ പ്രയാസപ്പെട്ടാണ് ജനവാസ മേഖലയിലേക്ക് തീ പടരുന്നത് തടഞ്ഞത്. ചേലക്കര നാട്യൻചിറ വെറ്റിലമ്പാറയിൽ പാറകളും പുൽപ്പരപ്പുകളുമായി കിടക്കുന്ന ഏക്കർ കണക്കിന് കുന്നിൻ പ്രദേശത്താണ് കാട്ടുതീ പടർന്നത്. രാവിലെയുണ്ടായ തീപിടുത്തം 10 മണിയോടെ പുൽപ്പരപ്പുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും സമയോചിത
ഇടപെടൽ മൂലം ഉച്ചയോടെ തീ നിയന്ത്രണ വിധേയമാക്കി. ഇവരുടെ യുക്തിസഹമായ ഇടപെടൽ മൂലമാണ് സമീപത്തെ ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള മായന്നൂർ ഒറ്റപ്പാലം പാലത്തിന്റെ 14ാമത് വാർഷിക സ്നേഹസംഗമം നടന്നു. ചടങ്ങ് കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. അന്ന് എഴുതിയ കത്തുകൾ ഞാൻ എടുത്തു വെച്ചു കുറേ കാലം. അപ്പം എൻ്റെ ആവശ്യമില്ലാന്ന് വെച്ചിട്ട് അത് പോയെന്ന് തോന്നുന്നു. അത്രയും പ്രയാസപ്പെട്ടാണ് ആളുകൾ പോയത്. അവരെല്ലാം അത് അംഗീകരിച്ചു. അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ പാലം എന്നുള്ള നമ്മുടെ ചിരകാല സ്വപ്നം, സാധാരണ പറയാറുണ്ട് ചിരകാല സ്വപ്നമെന്ന്, അത് 100% ചിരകാല സ്വപ്നം എന്ന് പറയാൻ കഴിയുന്ന ഒരു പാലമാണ് ഒറ്റപ്പാലം മായന്നൂർ പാലം എന്നുള്ളത് നമുക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും. ഇതുകൊണ്ടും അവസാനിക്കാൻ പോകുന്നില്ല. ഇനി നമുക്ക് മാർച്ച് മാസത്തിൽ ഒരു വലിയ ഉദ്ഘാടനം നടക്കും. അത് കുത്താമ്പള്ളി മായന്നൂർ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പാലത്തിനു സമീപം പ്രത്യേകം തയ്യാറാക്കിയ നാരായണ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ഒറ്റപ്പാലം MLA പ്രേമകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ അംഗീകാരങ്ങൾ നേടിയ ഡോക്ടർമാരെയും മാധ്യമപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു. മുൻ ഒറ്റപ്പാലം MLA ഹംസ, സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണൻ, സ്റ്റീഫൻ ദേവസ്യ, സംഘാടക സമിതി ഭാരവാഹികളായ അമ്പിളി, പുഴയോരം കൺവീനർ P പ്രശാന്തി, ട്രഷറർ T മോഹനൻ, K ഷീന, R വിശ്വനാഥൻ, T ഗോകുലൻ, PK ജയപ്രകാശ്, മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. തുടർന്ന് മ്യൂസിക്കൽ ഷോ, മ്യൂസിക്കൽ ഇവന്റ് എന്നിവയും നടന്നു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭിന്നശേഷിക്കാർക്ക് സഹജീവനവുമായി മോട്ടോർ വാഹന വകുപ്പ്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസും ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായി നടത്തിയ ഡ്രൈവിംഗ് ബോധവൽക്കരണം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവിംഗ് മേഖലയിൽ ഭിന്നശേഷിക്കാർക്കുള്ള അവകാശങ്ങളെക്കുറിച്ചും സഹായങ്ങളെക്കുറിച്ചുമൊക്കെ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹജീവനം എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങായി ഡ്രൈവിംഗ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശങ്കരമംഗലത്ത് നടന്ന പരിപാടി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അതുപോലെ തന്നെ അവരുടെ അതിനെക്കുറിച്ച് അവർക്ക് ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു വിധത്തിലുള്ള അറിവുകളില്ല. അത്തരത്തിലുള്ള അറിവ് അവരിലേക്ക് എത്തിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് നേടിയെടുക്കുന്നതിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് തീർച്ചയായും അത്യാവശ്യം തന്നെയാണ്. പട്ടാമ്പി ജോയിന്റ് RTO K രാജു അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഹമീദ്, ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് VT അക്ബർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AK രാജീവൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈസ്റ്റർ യാഷിക, ജോഷി തോമസ്, മുഹമ്മദ് റഷീദ്, ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പ്രതിനിധി കൃഷ്ണദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രന്റെയും മക്കളുടെയും കൊലപാതക കേസ് വിചാരണ അട്ടിമറിക്കാനായി സർക്കാർ പുനരന്വേഷണവും തുടരന്വേഷണവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് മനുഷ്യാവകാശ കേന്ദ്രം സെക്രട്ടറി ജോയ് കൈത്താരത്ത്. പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ എത്രമാത്രം ശ്രമിച്ചാലും കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് ശശീന്ദ്രന്റെ സഹോദരൻ ഡോക്ടർ സനൽകുമാറും പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. UDF ഭരണകാലത്താണ് മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് സാക്ഷികളാകേണ്ട മക്കളെയും കൊലപ്പെടുത്തുകയായിരുന്നു. കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് കൊലപാതകമാണെന്ന് വ്യക്തമാക്കിയതോടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി. പിന്നീട് കേസ് അന്വേഷിച്ചവരെല്ലാം കൊലപാതകം ആത്മഹത്യയാണെന്ന് സ്ഥാപിക്കാനും തെളിവ് നശിപ്പിക്കാനുമാണ് ശ്രമിച്ചത്. UDF സർക്കാരിൻ്റെ കാലത്താണ് കൊലപാതകം നടന്നതെങ്കിലും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് LDF സർക്കാരാണ്. അഴിമതി കേസുകളിൽ നിന്നും കൊലപാതക കേസുകളിൽ നിന്നും പ്രതികളെ രക്ഷിക്കാനായി ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ശശീന്ദ്രൻ്റെ കൊലപാതക കേസിലും മലബാർ സിമന്റ്സ് 400 കോടിയുടെ അഴിമതി കേസിലും വിചാരണ നടത്തണമെന്ന കോടതി നിർദ്ദേശം പാലിക്കാതിരിക്കാനും പ്രതികളെ രക്ഷിക്കാനുമാണ് തുടരന്വേഷണവും പുനരന്വേഷണവുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. മലബാർ സിമന്റ്സിൽ 400 കോടിയുടെ അഴിമതി നടന്നതിൻ്റെ രേഖകളും തെളിവുകളും കൈവശമുള്ളതുകൊണ്ടാണ് ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കേസിൽ സാക്ഷികളാകേണ്ട മക്കളും ഭാര്യയും ഉൾപ്പെടെ മറ്റു ചിലരും കൊല്ലപ്പെട്ടു. 13 വർഷമായി നടക്കുന്ന കേസിലെ പ്രതികളായ VM രാധാകൃഷ്ണനെയും
IAS ഉദ്യോഗസ്ഥരെയും രക്ഷിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമമെന്നും മനുഷ്യാവകാശ കേന്ദ്രം സെക്രട്ടറി ജോയ് കൈത്താരത്ത് ആരോപിച്ചു. എത്ര സമ്മർദ്ദമുണ്ടായാലും കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ ശശീന്ദ്രന്റെ സഹോദരൻ ഡോക്ടർ സനൽകുമാർ പറഞ്ഞു. മറ്റു പ്രതികളെല്ലാം ഞങ്ങളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 12 വർഷം കേസിന്റെ വിചാരണ നടപടികളിലേക്ക് കടക്കാൻ വിജിലൻസ് കോടതിയെ അനുവദിക്കാതെ ഈ അഴിമതിയുടെ പങ്കുപറ്റിയ രാഷ്ട്രീയക്കാരായ നേതാക്കന്മാർ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി തുടരന്വേഷണം, പുനരന്വേഷണം, അതുപോലെ തന്നെ ഡിസ്ചാർജ് പെറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് നിയമത്തിന്റെ പഴുതുകളെ ദുരുപയോഗം ചെയ്ത് കേസ് അട്ടിമറിക്കുകയാണ് വിജിലൻസ് കോടതിയിലെ. ഒരു ഘട്ടത്തിൽ ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയും ഭീകരമായ അവസ്ഥയിലേക്ക് ഒരു അഴിമതി, കൊടിയ അഴിമതി 2001 കാലഘട്ടങ്ങളിൽ ഈ 400 കോടി രൂപയുടെ അഴിമതി എന്ന് പറയുന്നത് വലിയ അഴിമതിയാണ്. മനുഷ്യാവകാശ പ്രവർത്തകരായ വിളയോടി വേണുഗോപാൽ, ഡേവിഡ് കാഞ്ഞിരത്തിങ്കൽ, PS ദിനേശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ 2025-2026 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ AKM അലി, അനിത രാമചന്ദ്രൻ, രജനി ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ദിഖ്, ICDS സൂപ്പർവൈസർ റീന, അംഗൻവാടി ടീച്ചർമാർ, വിവിധ വാർഡുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് കോട്ടമൈതാനിയിൽ പരേഡ് പരിശീലനം നടന്നു. ജനുവരി 26 രാവിലെ 9 മണിക്ക് പാലക്കാട് കോട്ടമൈതാനത്താണ് പതാക ഉയർത്തൽ ചടങ്ങ്. പരേഡ് പരിശീലനം പാലക്കാട് കോട്ടമൈതാനിയിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തുടരുകയാണ്. AR പോലീസ് ക്യാമ്പ്, KAP ലോക്കൽ പോലീസ്, എക്സൈസ് സ്റ്റാഫ്, ഹോം ഗാർഡ്സ്, വാളയാർ ഫോറസ്റ്റ് സ്കൂൾ ട്രെയിനീസ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻറ് പോലീസ്, വാളയാർ ഫോറസ്റ്റ് സ്കൂളിലെ വനിതാ കാഡറ്റുമാർ, ജൂനിയർ റെഡ് ക്രോസ്, എയർഫോഴ്സ് അസോസിയേഷൻ എന്നിവർ പരിശീലന പരേഡിൽ അണിനിരന്നു. AR ക്യാമ്പ് കമാൻഡറാണ് പരേഡിന് നേതൃത്വം നൽകുന്നത്. മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയം, കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയം, പാലക്കാട് ഗവൺമെൻറ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാണിക്കമാത കോൺവെൻറ്റ് തുടങ്ങിയ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാസാംസ്കാരിക പരിപാടികളും 26 നടക്കുന്ന റിപ്പബ്ലിക് ദിനാചരണത്തിൻ്റെ ഭാഗമായുണ്ടാകും. റിഹേഴ്സൽ തുടങ്ങുന്ന ദിവസം മുതൽ പന്തൽ സജ്ജീകരിക്കും. ഏകദേശം 600 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പന്തലാണ് ഒരുക്കുന്നത്. സ്വാതന്ത്ര്യ സമരസേനാനികൾ, വാർത്താലേഖകർ, VIP-കൾ എന്നിവർക്ക് പ്രത്യേക ഇരിപ്പിടമൊരുക്കും. റിഹേഴ്സലിന് എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളെയും NCC കേഡറ്റുകൾ, കേരള ഫോറസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെയും റിഹേഴ്സൽ ദിനത്തിലും പരേഡിനും കോട്ടമൈതാനത്തെത്തിക്കുന്നതിനാവശ്യമായ വാഹന സൗകര്യവും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും. പരേഡും റിഹേഴ്സലും നടക്കുന്ന ദിവസങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനായി മെഡിക്കൽ ടീമിനെയും പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെറുമുണ്ടശ്ശേരിയിൽ ശുചീകരണ യജ്ഞം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് അമ്പലപ്പാറ പഞ്ചായത്തിലെ 10ാം വാർഡ് ചെറുമുണ്ടശ്ശേരിയിൽ ശുചീകരണ യജ്ഞം നടത്തിയത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടും ഇതുപോലുള്ള പരിപാടികൾ നടന്നു വരികയാണ്. ജൂലൈ മാസം 2024 ജൂലൈ മാസത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം ചേർന്നു. മാർച്ച് മാസം 2025 സീറോ വേസ്റ്റ് ദിനത്തിൻ്റെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരേക്ക് 2025 മാർച്ച് 30 വരേക്കാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ പരിപാടി ഏറ്റെടുത്തത്. അതിന് തുടക്കമെന്ന നിലയിൽ നേരത്തെ വിവിധ പരിപാടികൾ ഏറ്റെടുക്കുകയുണ്ടായി. തുടർന്ന് ഈ മാസം ജനുവരി 31 വീണ്ടും ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KD ദീപക് സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M. അനുപമ വിശദീകരണം നടത്തി. JPHN PG പ്രീത നന്ദി പറഞ്ഞു. തുടർന്ന് രാവിലെ 9:30 ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു. സാമൂഹ്യാരോഗ്യ കേന്ദ്രം, കാളിയമ്പറമ്പ് കോളനി പരിസരം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ശുചീകരണം. നിരവധി പേർ യജ്ഞത്തിൽ പങ്കാളികളായി.
ആശാപ്രവർത്തകർ, ഹരിതസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, SPC വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ചു. നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കുട്ടികളുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നടന്ന കൂട്ടായ്മ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനായാണ് വിദ്യാർത്ഥികൾ ഷൊർണൂർ നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ചത്. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ പ്രവർത്തകർക്ക് ഒരു നേരത്തെ ആഹാരം കൈമാറി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. കൃഷ്ണകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാരണം വളരെ കുറച്ച് കാലങ്ങളായേ ഉള്ളൂ NSSൽ സെന്റ് തെരേസാസിൽ NSS യൂണിറ്റ് ആരംഭിച്ചിട്ട്. ആ കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ പൊതുപ്രവർത്തന രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ തന്നെ സെന്റ് തെരേസാസിലെ തന്നെ NSS യൂണിറ്റിൻ്റെ ഒട്ടനവധി പരിപാടികളിൽ ഞാൻ ഇതിനകം പങ്കെടുത്തു കഴിഞ്ഞു. കാരണം ഇതുപോലുള്ള സാമൂഹ്യ രംഗങ്ങളിൽ ഏറെ ഊന്നിക്കൊണ്ട് അവർ വളരെ അധികം കാഴ്ചപ്പാടോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു സംവിധാനം തന്നെയാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി രാജേഷ് സ്വാഗതം പറഞ്ഞു. കൗൺസിലർ TK ബഷീർ, ഹസീന അഷറഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീവിലാസ്, സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ D. സിമി, NSS പ്രോഗ്രാം ഓഫീസർ അൽഫോൺസ് സെബാസ്റ്റ്യൻ, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, സൗഹൃദ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി കീഴായൂർ ഗവൺമെന്റ് LP സ്കൂൾ 100ാം വയസ്സിലേക്ക്. ഇതിന്റെ ഭാഗമായി ജനുവരി 26-ന് ഗുരുവന്ദനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും. 25-ന് വൈകിട്ട് വിളംബര ഘോഷയാത്രയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കീഴായൂരിന് അറിവിന്റെ വെളിച്ചം പകർന്ന ഗവൺമെന്റ് LP സ്കൂൾ 100ന്റെ നിറവിലേക്ക് പ്രവേശിക്കുകയാണ്. 1928 സ്ഥാപിതമായ വിദ്യാലയത്തിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഗുരുനാഥന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിലാണ് ജനുവരി 26-ന് ഗുരുവന്ദനം സംഘടിപ്പിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഇതോടനുബന്ധിച്ച് നടക്കും. ഉച്ചയ്ക്ക് 2-ന് രജിസ്ട്രേഷൻ ആരംഭിക്കും. 3 മണിക്ക് ഗുരുവന്ദനവും 4:30-ന് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനവും നടക്കും. മുഹമ്മദ് മോഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6:30-ക്ക് വിവിധ കലാപരിപാടികളും ഉണ്ടാകും. 25-ന് ശനിയാഴ്ച വൈകിട്ട് 4-ന് വിളംബര ഘോഷയാത്രയും സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി മുതൽ 500-ൽ പരം കുട്ടികൾ പഠിക്കുന്നുണ്ട്. നഗരസഭ MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും സംഘാടകർ പറഞ്ഞു. 2028-ലെ 100 വർഷം തന്നെയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടിയായിട്ടാണ് ഈ ജനുവരി 26-ന് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സ്കൂളാണ് കീഴായൂർ സ്കൂൾ. ആ സ്കൂളിൽ ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ കൂടി വരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിപുലമായിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിളിച്ചു ചേർക്കുന്നത്. അതിൽ എല്ലാവരും അതിലേക്ക് എത്തിച്ചേർന്നു കൂടി അറിയിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ N. രാജൻ മാസ്റ്റർ, O. ലക്ഷ്മിക്കുട്ടി, N. മുരളീധരൻ, P. മധു, സത്താർ, ഹെഡ്മിസ്ട്രസ് P. ശ്രീലത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഫാനില്ലാത്ത കുടുംബങ്ങൾക്ക് സ്വന്തം ചെലവിൽ ഫാൻ വാങ്ങി നൽകുമെന്ന് വാർഡംഗം അൻവർ സാദിഖ് പറഞ്ഞു. വാർഡിലെ ഫാനില്ലാത്ത കുടുംബങ്ങളുടെ കണക്കുകൾ ശേഖരിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്തിലെ ഫാനില്ലാതെ ബുദ്ധിമുട്ടുന്ന മറ്റ് വാർഡുകളിൽപ്പെട്ടവർക്ക് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ഫാൻ നൽകാൻ തയ്യാറാണെന്നും അൻവർ സാദിഖ് പറഞ്ഞു. ഈ കനത്ത ചൂടിൽ ഫാനില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന വൃദ്ധരായ അമ്മമാരെയും അച്ഛന്മാരെയും കാണാറുണ്ട്. അവരുടെ വിഷമം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് മനസ്സിൽ തോന്നുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ വാർഡിൽ പുതിയൊരു പദ്ധതി നടപ്പിലാക്കുകയാണ്. അർഹരായ ഫാനില്ലാത്ത വീടുകളിൽ ഫാൻ നൽകുക എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഈ ജനുവരി 30 വരെ അർഹരായ ആളുകൾക്ക് നമ്മുടെ ഓഫീസായ സേവാഗ്രാമിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്തവരിൽ അർഹമായ മുഴുവൻ ആളുകൾക്കും
ഫാൻ നൽകുക എന്നുള്ള സന്ദേശമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പാൾ K. രാജീവ്, പ്രധാന അധ്യാപകൻ P. ജഗദീഷ്, ഹൈസ്കൂൾ അധ്യാപിക PR. രാധാമണി എന്നിവർക്ക് വാണിയംകുളം പൗരാവലിയും വിദ്യാലയവും ചേർന്ന് യാത്രയയപ്പ് നൽകും. സ്നേഹാദരത്തോടനുബന്ധിച്ച് പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 25-ന് വൈകുന്നേരം 5 മണിക്ക് നടക്കുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹാദരത്തിന്റെയും പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം 25-ന് വൈകുന്നേരം 5 മണിക്ക് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. വാണിയംകുളം പൗരാവലിക്കൊപ്പം PTA, സ്കൂൾ മാനേജ്മെന്റ്, സഹപ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ കലാസന്ധിയും ഒരുക്കും. ഈ വർഷം നമ്മുടെ സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരായിട്ടുള്ള പ്രിൻസിപ്പൽ ശ്രീ രാജീവ് സാർ, അതുപോലെ തന്നെ പ്രധാന അധ്യാപകനായിട്ടുള്ള ജഗദീഷ് സാറ്, ഹൈസ്കൂൾ അധ്യാപിക രാധാമണി ടീച്ചർ, ഈ 3 പേരും നമുക്ക് സ്ഥാനത്ത് നിന്ന് ഈ വർഷം റിട്ടയർ ചെയ്തിട്ടുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും രാജീവ് സാറ്, ജഗദീഷ് സാറ് കുറേ വർഷങ്ങളായി, ജഗദീഷ് സാറ് 2 വർഷങ്ങളായിട്ട് നേതൃസ്ഥാനത്തുള്ള വ്യക്തിയാണ്. രാജീവ് സാർ ഏകദേശം 18 വർഷത്തോളമായി പ്രിൻസിപ്പളായിട്ട് നിർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളരെ കുറച്ചു കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് 98 മുതലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ള വ്യക്തി കൂടിയാണ് ബഹുമാനായ രാജീവ് സാർ എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി തുടങ്ങിയത് മുതൽ ഹയർ സെക്കൻഡറി 2025 ഹയർ സെക്കൻഡറിയെ വിവിധ തലങ്ങളിലേക്ക് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ്. സ്നേഹാദരം ജനറൽ കൺവീനർ V. ഫിറോസ്, വാണിയംകുളം TRK HSS ഡെപ്യൂട്ടി HM MC കലാധരൻ, PTA പ്രസിഡന്റ് CP സതീഷ് കുമാർ, KK മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കലാമണ്ഡലം കേശവ ഗീതാനന്ദന്റെ 7ാമത് അനുസ്മരണവും അവാർഡ് ദാന ചടങ്ങും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കും. കേരള കലാമണ്ഡലത്തിന്റെയും ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ തുള്ളലിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകുന്ന കേശവഗീതാനന്ദം 2025 പുരസ്കാരത്തിനായി കുഞ്ചൻ സ്മാരകം ശങ്കരനാരായണനെയും യുവപ്രതിഭ അവാർഡിനായി യുവകലാകാരൻ കലാമണ്ഡലം നിഖിലിനെയും കലാമണ്ഡലം നിയോഗിച്ച ജൂറി അംഗങ്ങൾ തെരഞ്ഞെടുത്തു. 10,000 രൂപയും പ്രശസ്തി പത്രവും മൊമൻറ്റോയും അടങ്ങുന്നതാണ് ഗീതാനന്ദ പുരസ്കാരങ്ങൾ. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ പുരസ്കാര സമർപ്പണവും നടത്തും. 7 വർഷം മുന്നേ നമ്മളെ വിട്ടുപിരിഞ്ഞ കലാമണ്ഡലം ഗീതാനന്ദനാശാന്റെ 7ാമത്തെ അനുസ്മരണ പരിപാടി കേരള കലാമണ്ഡലവും കലാമണ്ഡലം ഗീതാനന്ദ സ്മാരക ട്രസ്റ്റും ചേർന്ന് 2025 ജനുവരി 28 കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടത്തുന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആലത്തൂർ MP K. രാധാകൃഷ്ണൻ സാറും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് സാറുമാണ്. അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുന്നത് കലാമണ്ഡലം പ്രഭാകരനാശാനും അവാർഡ് ദാനം നിറവേറ്റുന്നത് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ അനന്തകൃഷ്ണൻ സാറുമാണ്. കലാമണ്ഡലം അച്യുതാനന്ദൻ, കലാമണ്ഡലം മോഹനകൃഷ്ണൻ, ട്രസ്റ്റ് ഭാരവാഹികളായ കലാമണ്ഡലം ശോഭാ ഗീതാനന്ദൻ, കലാമണ്ഡലം നന്ദകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആയുർവേദ ബാലചികിത്സാ വിദഗ്ധൻ മേഴത്തൂർ ചാത്തരി വീട്ടിൽ M. ഗംഗാധരൻ വൈദ്യർ ഓർമ്മയായി. 10,000-ങ്ങൾക്ക് ചികിത്സാ സാന്ത്വനം പകർന്ന് അദ്ദേഹം 89-ാം വയസ്സിലാണ് വിടവാങ്ങിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഒരാഴ്ചയായി ആശുപത്രിയിലായിരുന്നു M. ഗംഗാധരൻ വൈദ്യർ. പ്രമുഖ ബാലചികിത്സകനായിരുന്ന ചാത്തരി നായരുടെയും വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും ശിഷ്യനാണ്. കാഞ്ഞൂർ നാരായണൻ മാരിപ്പറമ്പിൽ ലക്ഷ്മിയമ്മ എന്നിവരുടെ മകനാണ്. കർഷക കുടുംബത്തിലായിരുന്നു ജനനം. തൃത്താലയിലെ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരിൽ പ്രമുഖനാണ് വൈദ്യർ. തൃത്താല സർവീസ് സഹകരണ ബാങ്കിൽ അരനൂറ്റാണ്ടായി ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു. അഷ്ടാംഗം ആയുർവേദ കോളേജിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ഭാര്യ പരേതയായ വിജയലക്ഷ്മി, മക്കൾ ഡോക്ടർ KP യശോദാമണി, ഡോക്ടർ KP ആനന്ദവല്ലി, ഡോക്ടർ KP മണികണ്ഠൻ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാറ്റൊലി.
സംസ്ഥാനത്തെ 74 ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടി ബിയർ, വൈൻ പാർലറുകൾ തുറക്കാൻ എക്സൈസ് വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നു. കേരളത്തെ മദ്യശാലയാക്കാനാണ് സർക്കാർ ശ്രമമെന്ന പ്രതിപക്ഷ ആരോപണം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണോ ഇടതു സർക്കാരിന് സ്വീകരിക്കുന്നത്? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഇത് മദ്യശാല ആക്കലല്ല. ഇത് നമ്മുടെ നാട്ടിലേക്ക് പുറത്തുനിന്ന് ടൂറിസ്റ്റുകൾ വരണം. ബീറും വൈനൊക്കെ ഇവിടെ വേണമെന്ന് നമ്മുടെ ആഗ്രഹം. നമ്മൾ കുടിക്കലല്ലല്ലോ പ്രശ്നം. ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ കണ്ടമാനം ആൾക്കാർ വരണമെങ്കിൽ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവും. ബീറ് വൈൻ ഉണ്ടാവണമെന്നാണ് എന്നെ വ്യക്തിപരമായ താല്പര്യം. ആരും വേണ്ടാച്ച് വേണ്ടല്ലോ, കുടിക്കുന്നത് കുടിക്കും. അത് ജംശൊന്നുമില്ല, ഒരു തർക്കമില്ല, അത് കുടിക്കും. അപ്പോൾ ബീറും വൈനും വരണം എന്നാണ് താല്പര്യം. അപ്പോഴല്ലേ ആൾക്കാർ വരല്ലോ മുന്നോട്ട് നാട്ടിലേക്ക്. അല്ലാണ്ട് പിന്നെ എന്താ കാര്യം? അതാണ് സത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി EN സുരേഷ് ബാബുവിന് രണ്ടാം ഊഴം. ചിറ്റൂർ സമ്മേളനം തെരഞ്ഞെടുത്ത 44 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 8 പേർ പുതുമുഖങ്ങൾ. സെക്രട്ടറിയായി രണ്ടാം തവണയും സുരേഷ് ബാബുവിനെ തെരഞ്ഞെടുത്തത് ഐക്യകണ്ഠമായി. ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണം പൊളിഞ്ഞ പോലെ ജലചൂഷണമെന്ന വാദവും സ്വയം പൊളിയുമെന്ന് മന്ത്രി MB രാജേഷ്. ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് പൊതുവിഷയങ്ങൾ. ടൂറിസം കേന്ദ്രങ്ങളിലാണ് പുതിയ ബിയർ പാർലറുകൾക്ക് അനുമതി നൽകിയതെന്നും മന്ത്രി. എരപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ പ്രതിരോധ സമരം 25-ന് തുടങ്ങുമെന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് നേതൃയോഗത്തിൽ പ്രഖ്യാപനം. മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ നൽകിയ പ്രവർത്തനാനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് വെൽഫെയർ പാർട്ടി മാർച്ച്. ഇടതു സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. സർക്കാരിനെതിരെ പ്രതിഷേധവുമായി മദ്യനിരോധന സമിതിയുടെ കളക്ടറേറ്റ് ധർണ. ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്താൻ ഉത്സാഹിക്കാത്ത പിണറായി സർക്കാരിന് മദ്യം വിളമ്പാൻ അത്യുത്സാഹമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ. കുടുംബക്ഷേത്രാചാര ചടങ്ങിനിടെ കാഞ്ഞിരക്കായ കഴിച്ചെന്ന സംശയം. പരുതൂരിൽ കുടുംബക്ഷേത്രത്തിലെ ആട്ടുചടങ്ങിനിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. മരണകാരണം വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കണമെന്ന് തൃത്താല പോലീസ്. മരിച്ചത് തൃത്താല ആലൂർ സ്വദേശി ഷൈജു. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് വടക്കാഞ്ചേരിയിൽ പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തം തടവും 12 വർഷം അധിക തടവും 1,95,000 രൂപ പിഴയും ശിക്ഷ. കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത് പാലക്കാട് മുണ്ടൂർ ഗാന്ധിനഗർ സ്വദേശി 48 വയസ്സുള്ള വിജയിയെ. ചാലിശ്ശേരിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 30 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ. നിരോധിത പുകയില ശേഖരം കണ്ടെത്തിയത് പ്രദേശത്തെ വാടക കെട്ടിടത്തിൽ. പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കിയെന്ന് പോലീസ്. മങ്കര വാതക ശ്മശാനം പ്രവർത്തന സജ്ജം. ട്രയൽ റൺ വിജയകരമെന്ന് പഞ്ചായത്ത് അധികൃതർ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.